ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം ആമസോൺ ലിങ്കും മൈ ഹോട്ട്സ്റ്റാറിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഡാസ്ലറിന്റെ ക്രീമി കാജൽ പെൻസിലാണ് കേട്ടോ. ഇത് സ്മഡ്ജ് പ്രൂഫ് ആണ്, അതേപോലെ തന്നെ മാറ്റ് ഫിനിഷ് തരുന്നതാണ്. രണ്ടെണ്ണത്തിന്റെ പാക്ക് വരുന്നത് 145 രൂപയാണ്. വാട്ടർ റെസിസ്റ്റന്റ് ആണ്, അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പെൻസിലാണ്. അപ്പൊ ഐ ഷാഡോ ഇടാൻ ഇഷ്ടമുള്ളവർക്കായിട്ട് സിസ് ബ്യൂട്ടിയുടെ ഒരു ഐ ഷാഡോ പാലറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 9 കളേഴ്സ് ആണ് ഉള്ളത് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സംഭവമാണിത്. ഈസിലി നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 263 രൂപയാണ് കേട്ടോ. അടുത്തത് നീലയമരിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നീലയമരി നല്ല ബ്രാൻഡ് ഏതാണെന്ന്. ഇത് നീലയമരി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ മുടിയിൽ ഹെന്നയൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ് ഈ നീലയമരി. അപ്പോൾ അതൊരു ഇലച്ചെടിയാണ് കേട്ടോ. അതിൻ്റെ ഇല ഉണക്കി പൊടിച്ചെടുത്തതാണ് ഈ നീലയമരിയുടെ പൗഡർ വരുന്നത്. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് ഉണങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും നീലയമരി പൗഡർ വാങ്ങിച്ചിരിക്കുകയാണ്. ഇത് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു നല്ലൊരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചൂടുവെള്ളത്തിലാണ് മിക്സ് ചെയ്യേണ്ടത്. നമ്മുടെ മുടിക്ക് ആവശ്യത്തിനുള്ള അനുസരിച്ചുള്ള എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് മൂടി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇത് ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 1-2 മണിക്കൂറിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. ആ ഒരു രീതിയിൽ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഷാമ്പുവോ എണ്ണയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഒരു 48 മണിക്കൂർ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. എന്നാലാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുക എന്നുള്ളതാണ്. ഇതും 2 എണ്ണത്തിൻ്റെ പാക്കായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഫേസ് പാക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഹെപ്റ്റോണിക്കിൻ്റെ റോസ് പൗഡറും അതേപോലെ തന്നെ ചന്ദനത്തിൻ്റെ പൊടി സാൻഡൽവുഡ് പൗഡർ, ഈ 2 കോമ്പിനേഷൻ നമുക്ക് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ മുഖക്കുരു വന്ന പാടുകൾ മാറാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ മുഖക്കുരുവൊക്കെ ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ മുഖത്ത് ചുളികൾ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ പോകാനായിട്ടും നമുക്ക് ഈ ഒരു സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാക്കാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിവിടെ റോസ് പെറ്റൽസിൻ്റെ പൗഡറും സാൻഡൽവുഡ് പൗഡറും 1 ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. അതിലേക്ക് നമുക്ക് ഒരല്പം റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ റോസ് വാട്ടർ ചേർക്കുക. പിന്നെ അടുത്തായിട്ട് നമ്മൾ കുറച്ച് തേൻ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് എടുക്കുക. നല്ലൊരു പാക്കാണ്. സ്കിന്നിലെ പ്രോബ്ലംസ് ഒക്കെ മാറാനായിട്ട് നമുക്ക് റെഗുലറായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. പാക്ക് ഉപയോഗിക്കേണ്ട സമയം വൈകുന്നേരമാണ്. ഹെപ്റ്റോണിക്കിന് ഒരുപാട് തരം ഇതേപോലത്തെ ഹെർബൽ പൗഡേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് റോസ് വാട്ടറാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ അതേ റോസ് വാട്ടർ കൂടി നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാം. അടുത്തത് നമ്മൾ മൈ ഹെർബ്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ മഞ്ചിഷ്ട പൗഡർ ആണ്. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഇന്നൊരു ഓയിൽ കൂടി തയ്യാറാക്കുന്നുണ്ട്. ഇത് ആമസോണിൽ നമ്മൾ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇത് സ്കിൻ ബ്രൈറ്റനിങ്ങിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മുഖത്ത് എന്തെങ്കിലും പാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കുറച്ച് കൊണ്ടുവരാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ മഞ്ചിഷ്ട കേട്ടോ. അപ്പൊ അതിന്റെ ഗുണങ്ങൾ കാണാം. അതുപോലെ തന്നെ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി കാണാം. അപ്പോൾ ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ. സ്കിൻ ടാഗൊക്കെ ഉള്ള ആൾക്കാർക്ക് അതൊക്കെ മാറാനായിട്ട്, അതുപോലെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ, പിമ്പിൾസ് വന്ന പാടുകൾ, ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഓയിലാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ മഞ്ചിഷ്ടയുടെ പൊടി എടുത്തിട്ടുണ്ട്. അത് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കസ്തൂരി മഞ്ഞളുടെ പൗഡർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലിക്വറോസ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 പൗഡറാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ കുറച്ച് ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ. നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പൗഡേഴ്സ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഡബിൾ ബോയിലിംഗ് രീതിയിലാണ് ഞാനിത് ചൂടാക്കി എടുക്കുന്നത്. ചെറിയ രീതിയിലുള്ള ബബിൾസ് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ തണുത്തതിന് ശേഷം അരിച്ച് നമുക്ക് കുപ്പിയിലേക്ക് മാറ്റിയാൽ മതിയാവും. അപ്പോൾ ഒരുപാട് ഉണ്ടാക്കണ്ട, കുറച്ച് അളവിൽ നമുക്ക് ഉണ്ടാക്കാം. ഈ മഞ്ചിഷ്ട പൗഡർ കൊണ്ട് നമുക്ക് ഓയിൽ തയ്യാറാക്കി സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാം. എപ്പോഴും ഫേസ് പാക്കുകൾ ഉണ്ടാക്കാനായിട്ട് മടിയുള്ളവർക്ക് ആ ഒരു രീതിയിൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫേസ് പാക്ക് ആയിട്ടും പല കോമ്പിനേഷനുകൾ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ സ്കിന്നിലെ പിഗ്മെൻറ്റേഷൻ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ പോകാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു നല്ലൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു മഞ്ചിഷ്ട പൊടി.
അപ്പം നമ്മൾ ഇന്ന് കാണിച്ച പ്രോഡക്റ്റുകളെല്ലാം ആമസോൺ ലിങ്കും മൈ ഹോട്ട്സ്റ്റാർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.